മദ്യപാന രോഗികളാണോ അല്ലെങ്കിൽ അമിതമായിട്ട് മദ്യം കുടിക്കുന്ന ഒരാളാണോ എന്നറിയുന്നതെങ്കിൽ നമുക്കൊരു 20 ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. ചോദ്യം 1: നിങ്ങളുടെ മദ്യപാനം മൂലം ജോലിയുടെ സമയം നഷ്ടപ്പെടുന്നുണ്ടോ? ചോദ്യം 2: മദ്യപാനം മൂലം ഗാർഹിക അല്ലെങ്കിൽ കുടുംബജീവിതത്തെ ബാധിക്കുന്നുണ്ടോ മദ്യപാനം? മദ്യപാനം മൂലം ഗാർഹിക ജീവിതത്തിൽ അസന്തുഷ്ട ഉണ്ടാകുന്നുണ്ടോ? നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജ ഉണ്ടാകുന്നതിനാൽ കുടിക്കുന്നുണ്ടോ? മദ്യപാനം നിങ്ങളുടെ പ്രശസ്തിയെ ബാധിക്കാറുണ്ടോ? മദ്യപിച്ചതിന് ശേഷം എപ്പോഴെങ്കിലും പശ്ചാത്താപം തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ മദ്യപാനം മൂലം നിങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയിലായിട്ടുണ്ടോ? മദ്യപിക്കുമ്പോൾ നിങ്ങൾ താഴ്ന്ന കൂട്ടാളികളിലേക്കും താഴ്ന്ന അന്തരീക്ഷങ്ങളിലേക്കെല്ലാം പോകാറുണ്ടോ? നിങ്ങളുടെ മദ്യപാനം മൂലം നിങ്ങൾ കുടുംബജീവിതത്തിൽ അശ്രദ്ധ വരുത്താറുണ്ടോ? മദ്യപിച്ചതിന് ശേഷം ഒരു ഉത്സാഹക്കുറവുണ്ടോ അല്ലെങ്കിൽ കൂടുതൽ ഉത്സാഹത്തോട് പ്രവർത്തിക്കാതെ വരുന്നുണ്ടോ? ദിവസേന ഒരു നിശ്ചിത സമയത്ത് മദ്യം വേണമെന്ന് നിങ്ങൾക്കുണ്ടോ? മദ്യപിച്ചതിന് ശേഷം അടുത്ത ദിവസം രാവിലെ ഒരു ഡ്രിങ്ക് വേണം എന്ന് നിങ്ങൾ വിചാരിക്കാറുണ്ടോ? മദ്യപിച്ചതിന് ശേഷം കാര്യക്ഷമത കുറയുന്നുണ്ടോ? മദ്യപാനം നിങ്ങളുടെ ജീവിതത്തിലെയോ ബിസിനസ്സിനെയോ അല്ലെങ്കിൽ ജോലിയോ ബാധിക്കുന്നുണ്ടോ? വിഷമങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കുടിക്കാറുണ്ടോ? നിങ്ങൾ ഒറ്റയ്ക്ക് കുടിക്കാറുണ്ടോ? നിങ്ങളുടെ മദ്യപാനം മൂലം എപ്പോഴെങ്കിലും പൂർണ്ണമായിട്ടുള്ള ഓർമ്മശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഡോക്ടർ എപ്പോഴെങ്കിലും നിങ്ങൾ മദ്യപിച്ചതിനെ ചികിത്സിച്ചിട്ടുണ്ടോ? നിങ്ങളിലുണ്ടാകുന്ന നിങ്ങളുടെ ആത്മവിശ്വാസം വളർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ കുടിക്കാറുണ്ടോ? മദ്യപാനം കാരണം നിങ്ങൾ ഏതെങ്കിലും ഒരു ആശുപത്രിയിലോ ചികിത്സാ കേന്ദ്രത്തിലോ പോയിട്ടുണ്ടോ? ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരമാണെങ്കിൽ നിങ്ങൾ ഇതിലേതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ, ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം ഓക്കെ ആണെങ്കിൽ നമ്മൾ ഒരു മോഡറേറ്റ് ഡ്രിങ്കർ ആകാം. 2-3 ചോദ്യങ്ങൾക്കാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ചോദ്യത്തിന് ഉത്തരമാണെങ്കിൽ ഒരു മോഡറേറ്റ് ഇതായിരിക്കാം. 2-3 ചോദ്യങ്ങൾക്ക് യെസ് എന്നാണ് ഉത്തരമെങ്കിൽ അല്ലെങ്കിൽ അതെ എന്നാണ് ഉത്തരമെങ്കിൽ ഒരു മോഡറേറ്റർ ഡ്രിങ്കർ ആവാം. പക്ഷേ 2-3 അതിൽ കൂടുതൽ ചോദ്യങ്ങൾക്കാണ് ഉത്തരമെങ്കിൽ നിങ്ങളൊരു സിവിയർ ഡ്രിങ്കർ ആകാം. അത് കണ്ടെത്തേണ്ടത് നിങ്ങളാണ്. മറ്റൊരാൾ നിങ്ങളെ ആൽക്കഹോളിക്കായിട്ടോ ചിത്രീകരിക്കുകയില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആൽക്കഹോളിക്കാണോ അല്ലയോ എന്ന് ചിന്തിക്കേണ്ടത്. അതുപോലെ തന്നെ ഓരോ ആളുകളും അവരെപ്പറ്റി ആണ് ആൽക്കഹോളിക്കാണോ അല്ലയോ എന്ന് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ആൽക്കഹോളിക് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇനി എങ്ങനെയാണ് ഞാനൊരു ആൽക്കഹോളിക് ആണെങ്കിൽ അടുത്ത മാർഗം എന്താണ്? അതിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഉപയോഗപ്രദമായ അല്ലെങ്കിൽ ലോകം മുഴുവനും പ്രചരിക്കുന്ന ഒരു വലിയ ചികിത്സാ പദ്ധതിയെപ്പറ്റി അല്ലെങ്കിൽ ഒരു ചികിത്സാ മാർഗത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് അടുത്ത വീഡിയോ